നമ്മുടെ ജന്മത്തെ പറ്റി നമ്മൾ പറഞ്ഞാൽ നമ്മൾ ജനിക്കണത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടല്ലല്ലോ. അപ്പം അത് നമ്മൾ അറിയണത് തന്നെ നമുക്ക് പ്രായപൂർത്തിയാകുമ്പോഴാണ്. നമ്മൾ ആവശ്യപ്പെട്ടിട്ടല്ല നമ്മൾ ജനിച്ചത്. നമ്മുടെ ജന്മത്തിൽ നമുക്ക് യാതൊരു പങ്കാളിത്തം ഇല്ല. അപ്പം അങ്ങനെ അമ്മയായിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഡാഡി ഇവിടെ സ്ഥലത്തില്ല. അമ്മച്ചി എന്നെ പ്രസവിക്കാൻ വേണ്ടിയിട്ട് കാഞ്ഞൂരിൽ തുറവങ്കരയിലുള്ള വീട്ടിലാണ്. അപ്പോൾ അപ്പാപ്പന് ചിക്കൻ ബോക്സ് പിടിച്ചു. ഇന്നത്തെ പോലെ ആശുപത്രികളിലല്ല അന്ന് പ്രസവം. അന്ന് പ്രസവമൊക്കെ വീടുകളിലാണ്. അപ്പോൾ ഈ ചിക്കൻ ബോക്സ് പിടിച്ചെടുക്കുന്ന വീട്ടിൽ പ്രസവം സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് 1 കിലോമീറ്റർ പാടത്തിൻ്റെ വരമ്പത്തോടെ മണ്ണെണ്ണ വിളക്കിൻ്റെ പ്രകാശത്തിൽ നടന്ന് വല്യച്ചാച്ചൻ്റെ അമ്മച്ചിയുടെ മൂത്ത ജ്യേഷ്ഠൻ്റെ വീട്ടിലെത്തി. 1 മണിക്കൂർ കഴിയുമ്പോൾ ആൾ പ്രസവിച്ചു. അപ്പോൾ അങ്ങനെയാണ് പ്രസവം നടന്നത്. അപ്പോൾ അത് കല്ലുംകൂട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ ഈ പ്രസവം കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് പിന്നെ അമ്മയുടെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുവരാൻ പറ്റിയത്. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അമ്മാമ്മയൊക്കെ ഭയങ്കര ദൈവഭക്തിയുള്ള ആളുകളാണ്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടൊരു ലാടഗുരു അവിടെ വന്നു. അപ്പോൾ എൻ്റെ ജന്മത്തെപ്പറ്റി അവർ പ്രവചിച്ചു അത്രേ. അതായത് ഇങ്ങനെ ഇവിടെ ഒരു കൊമ്പൻ ജനിച്ചിട്ടുണ്ട്, അതിൻ്റെ അപ്പൻ്റെ ജോലി പോവും, അപ്പോൾ അതുകൊണ്ട് കൊച്ചിനെ ശപിക്കുകയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അമ്മാമ്മ പറഞ്ഞു, ഇവിടെ ഒരു കൊമ്പനും ഇല്ല, ആരുമില്ല, നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്തൊക്കെ ഒന്ന് പറയേണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ക്രൈസ്തവ വിശ്വാസത്തിൽ ജനിച്ചുള്ളവർക്ക് അങ്ങനെയുള്ളൊരു ആളുകളുടെ സംസാരങ്ങളൊന്നും ശരിയായ രീതിയിൽ തോന്നില്ലല്ലോ അന്നത്തെ കാരണന്മാർ. പക്ഷെ അപ്പോഴേക്കും അമ്മച്ചി നടന്നു വരികയായിരുന്നു, കുളി കഴിഞ്ഞിട്ട് കുളിമുറിയിൽ നിന്ന് വരികയായിരുന്നു. പുറത്താണ് കുളിമുറി. അപ്പോൾ ഇവർ പറഞ്ഞു, കൊച്ചിൻ്റെ അമ്മയാണ് ആ പോണേന്ന് പറഞ്ഞു. പിന്നെ അമ്മാമ്മയ്ക്കൊന്നും പറയാൻ പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു വൈകുന്നേരം ആയപ്പോഴേക്കും ഡാഡിയുടെ ജോലി പോയതായിട്ടുള്ള വിവരം മെസ്സേജ് ടെലഗ്രാം കിട്ടി അമ്മച്ചിക്ക്. അന്നൊക്കെ ടെലഗ്രാമാണ്, ഇന്നത്തെ മാതിരി ഫോണും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പോൾ ഈ ലാടഗുരു എന്ന് പറയുന്ന ആളുടെ പ്രവചന കപ്പാസിറ്റി, അപ്പോൾ അതായത് മനുഷ്യരിൽ തന്നെ ചിലർക്ക് ചില കപ്പാസിറ്റികളുണ്ട്. ചില ആളുകളുടെ മീറ്റിംഗ് എല്ലാം ഒരു നിമിത്തമാണ്. ചില ആളുകളുടെ വരുന്ന സമയം അതെല്ലാം ഒരു നിമിത്തങ്ങളാണ്. ആ നിമിത്തങ്ങളുടെ സമയത്ത് അവർ പറയുന്നതൊക്കെ ചില പ്രായോഗികമായിട്ട് ശരിയായിരിക്കും എന്നുള്ളത്. അങ്ങനെ ജന്മം കഴിഞ്ഞു. കുറേ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടേക്ക് താമസം മാറുകയാണ്. അപ്പോൾ ഞാനിവിടെ വരുമ്പോൾ ഇപ്പോഴത്തെ ഈ വീട്ടിൽ വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ മുട്ടുകുത്തി നടക്കുന്ന സമയമായിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ വളർന്നു വരുന്തോറും ഇവിടെ അഗൂർ ഹൈസ്കൂളിലാണ് നമ്മൾ പഠിക്കണേ. അഗൂർ ഹൈസ്കൂളിൽ വിദ്യാഭ്യാസം. അന്നൊക്കെ ഈ കൃഷിയാണ് നമ്മുടെ മെയിൻ വരുമാനം. ഒരു കൃഷി പിഴച്ചാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാവും. എല്ലാ വീടുകളിലും അങ്ങനെയാണ്. എല്ലാ വീടുകളിലും കൃഷി കർഷക കുടുംബങ്ങളാണല്ലോ. പക്ഷേ എൻ്റെയൊക്കെ അപ്പാപ്പൻ ആയിട്ടുണ്ടായിരുന്ന കൃഷിസ്ഥലങ്ങൾ അപ്പൻ്റെ ജ്യേഷ്ഠാനുജന്മാർക്ക് പങ്കുവയ്ക്കുമ്പോൾ ഈ കർഷക തൊഴിലാളി കുടുംബങ്ങളെ കൂടി പോറ്റേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി കൊടുക്കും. അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. അതായത് കൃഷിഭൂമിയിൽ കൃഷി ചെയ്യുന്നവർക്ക് ആണ് അവർ കൃഷി ചെയ്യേണ്ടത്. അപ്പോൾ കർഷക തൊഴിലാളികളെയും കൂടി പങ്കുവെച്ചു കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു 4 കുടുംബങ്ങളായിരുന്നു എൻ്റെ അപ്പൻ്റെ ഭാഗത്തിൽ വരുമ്പോൾ ഇങ്ങോട്ട് വരിക. അപ്പോൾ അങ്ങനെ 4 പേരൂടെ വന്നു, 4 കുടുംബങ്ങൾ. അപ്പോൾ ഞാൻ അവരെ കണ്ടാൽ വളരണേ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അമ്മച്ചിക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഈ ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു പിശുക്ക് കാണിക്കാൻ പാടില്ല. കാരണം പ്രത്യേകിച്ച് കർഷക തൊഴിലാളികളായിട്ട് നമ്മുടെ കൂടെ നിന്ന് ജോലി ചെയ്യുന്ന അവരധ്വാനിക്കുമ്പോഴാണ് ഭൂമിയിൽ വിളവുണ്ടാവുക. അവരുടെ വയറ് നിറഞ്ഞാൽ ഭൂമി തന്നെ നമുക്ക് നിറയെ തരുമെന്നുള്ളൊരു തോന്നൽ. അപ്പോൾ ഇവിടെ രാവിലെ വന്നവർക്ക് കഞ്ഞി, ഉച്ചയ്ക്ക് അവർക്ക് ഭക്ഷണം, വൈകുന്നേരം 2-3 പേർക്ക് രാത്രി 10 മണിയൊക്കെ ആകുമ്പോൾ ഭക്ഷണം കഴിഞ്ഞിട്ട് അവരോട് പോവുക. എസ്പെഷ്യലി കുഞ്ഞയ്യപ്പൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വളരെ സീനിയറായിട്ടുള്ളൊരാളുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ലോയൽറ്റി ഒന്നും ഇന്നില്ല. അത്രയും ലോയൽറ്റി ഉള്ള ആളുകളൊന്നും ഇന്നില്ല. അവരുടെ ലോയൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ അവർക്ക് പട്ടിണിയില്ല എന്നുള്ളത് തോന്നലുണ്ടായിരുന്നു. ആ റിലേഷൻസും ഇന്ന് നമുക്കില്ല. ആ സ്ഥലത്തൊക്കെയാണ് എയർപോർട്ടിരിക്കണം. അപ്പോൾ ഞാൻ പലപ്പോഴും കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ വിഗ്രഹാരാധനയും ഒക്കെ ആയിട്ട് അതിനെ ആശ്രയിച്ചാണ് നിൽക്കണേ.
പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അവർക്ക് കാണപ്പെടുന്ന ദൈവമായിട്ട് നമ്മളെ അവർ കാണും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നം കൊടുക്കുന്നവരാണല്ലോ ദൈവങ്ങളായിട്ട്. സത്യത്തിൽ അവരാണ് കൃഷി ചെയ്തുണ്ടാക്കുന്നത്. പക്ഷെ അത് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മുടെ അവകാശത്തിൽ, നമ്മുടെ പത്താഴത്തിൽ, നമ്മുടെ വീട്ടിലിരിക്കുന്ന ഒരു സാധനം അവർക്ക് എടുത്ത് കൊടുക്കുമ്പോൾ വി ബിക്കം ഗിവേഴ്സ്. സത്യത്തിൽ നമ്മൾ ഗിവേഴ്സ് അല്ല, നമ്മൾ ഒരു കെയർ ടേക്കർ മാത്രമേ ഉള്ളൂ. ഈ ജ്ഞാനം നമ്മൾ ആർജിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പ്രോസ്പെരിറ്റി ഉണ്ടാവുള്ളൂ. കാരണം അത് ആർജിക്കണമെങ്കിൽ നമുക്ക് നമ്മളുടെ പാരൻസിൽ നിന്ന് അത് കിട്ടണം. അപ്പം അന്നത്തെ ഓണം എന്ന് പറയുന്ന ഒരു ഓർമ്മയാണ് ഞാനിപ്പോൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അന്നത്തെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓണത്തിന് എല്ലാ ഈ വർക്കേഴ്സും, പാടത്ത് പണിയെടുക്കുന്ന തൊഴിലാളികളെല്ലാം തന്നെ ഈ കർഷകൻ്റെ വീട്ടിൽ വരണം. അങ്ങനെ വരുമ്പോൾ കാർഷിക വിഭവങ്ങളെല്ലാം അവരായിട്ട് പങ്കുവെക്കണം. അപ്പോൾ ഞാനൊക്കെ കുട്ടിയായിരിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൻ്റെ ഉള്ളം കയ്യിൽ വെളിച്ചെണ്ണ ഒഴിച്ചു തരും. അത് ഞാൻ ആ വെളിച്ചെണ്ണ അവരുടെ തലയിൽ വെക്കണം. തലയിൽ വെച്ച് കൊടുത്ത് അവരുടെ തല തണുപ്പിക്കണം. അപ്പോൾ അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന കാണിക്ക കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ഒറ്റ രൂപ കോയിൻ എടുത്ത് നമ്മുടെ കയ്യിലേക്ക് തരും. ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയറിങ് ആൻഡ് കെയറിങ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളെ അന്ന് പഠിപ്പിക്കുകയുണ്ടായി. പിന്നെ നമ്മൾ അന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാടത്ത് 10, 100, 50 പേരൊക്കെ പണിയെടുക്കുന്ന ഞാറ് നടുന്ന സമയമുണ്ട്. അത് ഇന്നത്തെ തലമുറയ്ക്ക് അന്യമാണത്, ഞാറ് നടുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ ഞാറ് നടുന്ന പാടത്ത്, മുണ്ടപ്പാടത്തൊക്കെ ഞാറ് നടുന്ന സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ ഈ വരമ്പെല്ലാം ഇങ്ങനെ ഉഴുതിട്ട് ആ വരമ്പ് ഇങ്ങനെ പൂശി വെച്ചിട്ടുണ്ടാവും. വെള്ളം, പാടത്തിൻ്റെ അതിർവരമ്പുകൾ, അതിലിരുന്നിട്ടാണ് ഈ കഞ്ഞി കുടിക്കുക. അപ്പോൾ അവിടെ കഞ്ഞി കുടിക്കുന്ന സമയത്ത് നമ്മുടെ വീടുകളിൽ നിന്ന് ഭക്ഷണവുമായിട്ട് ആളുകൾ തലച്ചുമടായിട്ടാണ് പോവുക പാടത്തിൻ്റെ വരമ്പത്ത്. അത് വരമ്പത്ത് കൊണ്ട് വെച്ച്. പക്ഷെ അന്ന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. 2 കൺസെപ്റ്റ്, 2 ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. ഒന്ന്, വളരെ പഴക്കം ചെന്ന തലമുറയിൽപ്പെട്ട ആളുകൾ പണിക്കാർക്ക് ഈ കൊടുത്തയക്കുന്ന ഭക്ഷണം കഞ്ഞിയായിട്ട് കൊടുത്തയക്കുക. അതിന് 2 കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, പാടത്ത് വലിയ ഈ വെയിലുള്ള സമയത്ത് ചോറുണ്ടാൽ തൊണ്ടയിൽ നിന്ന് ഇത് ഇറങ്ങിപ്പോവില്ല. കഞ്ഞിയാണെങ്കിൽ വെള്ളത്തോടെ അത് ഇറങ്ങിപ്പോവും. പക്ഷെ അതിൽ നിന്ന് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഞ്ഞിയിൽ വറ്റെന്തോരം ഉണ്ടെന്നുള്ളതൊരു പ്രശ്നമുണ്ട്. കഞ്ഞി കൊടുത്തയക്കുന്ന പലരും കഞ്ഞിയിൽ വെള്ളം കൂടുതലും വറ്റ് കുറയും എന്നുള്ള പരാതികൾ അന്ന് പണിക്കാർക്കുണ്ട്. ഇവിടെ അമ്മച്ചി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് സെപ്പറേറ്റ് ആയിട്ട് വാർത്ത് വയ്ക്കും. ആ കഞ്ഞിയുടെ വെള്ളം തന്നെ വേറൊരു പാത്രത്തിലും കൊടുത്തയക്കും. സത്യത്തിൽ രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ അവർക്ക്, ഞാനിത് ആറ്റിറ്റ്യൂഡിനൽ കേസ് പറയാൻ വേണ്ടിയാണ്, ഹൗ ടു മാനേജ് ദ പീപ്പിൾ, അവരുടെ ആറ്റിറ്റ്യൂഡിനെ നമ്മളെങ്ങനെ കൗണ്ടർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്ര പേർക്ക് ഭക്ഷണത്തിന് ഇത്ര അരി ഇടാന്ന് വെച്ചാൽ അത്രയും അരി തന്നെ ഇട്ടാൽ മതി. അതിൻ്റെ വെള്ളം വേറെ വയ്ക്കുകയും ചോറ് വേറെ കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ ഫീൽ, എന്താ അവർ ഫീൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്നത് പോലെ തന്നെയാണ് അവർക്ക് കൊടുക്കണേന്ന്. അപ്പോൾ കറിയും എല്ലാം അവിടെ കൊടുത്തയക്കും. അപ്പോൾ ഈ പാടത്ത് നല്ല ചൂടുള്ള ചോറ് കിട്ടിക്കഴിയുമ്പോൾ ഈ ഇല വെച്ചിട്ട് ഒരു കുഴി കുത്തും, കാലുകൊണ്ട് ചവിട്ടി കുഴി ഉണ്ടാക്കും വരമ്പ് നല്ല എന്താ പറയുക, ഈ ചപ്പാത്തിക്ക് മാവ് കുഴച്ച മാതിരി ആയിരിക്കും ഇരിക്കുക. അതിലൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഈ കഞ്ഞിയും ഈ ചോറും ഒക്കെ ഇട്ട്, അപ്പോൾ ചൂടുള്ള ചോറങ്ങ് ഇടുമ്പോൾ ഇല വാടും. അതിൽ പ്ലാവില കൊണ്ട് കോരിയായിരിക്കും ഇത് കഴിക്കുക. അത് 2 കാലും വെള്ളത്തിലായിരിക്കും. അപ്പോൾ കാരണം 2 സൈഡിലും കണ്ടത്തിൽ വെള്ളം കിടപ്പുണ്ടാവും. വരമ്പത്ത് കവച്ചിരുന്ന് കഴിഞ്ഞാൽ കാല് 2 സൈഡിലേക്ക് ഇട്ട് കഴിക്കുമ്പോൾ, ഇന്ന് നമ്മൾ 5 സ്റ്റാർ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചാലും ആ സുഖം ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ, നമ്മുടെ ഭൂമിയിൽ പണി ചെയ്യുന്ന ആളുകളുടെ ഒപ്പം ഇരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു ഷെയറിങ്ങും അതിൻ്റെ ഒരു ആംബിയൻസും ഒക്കെ ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഷെയറിങ് ആൻഡ് കെയറിങ്ങോടുകൂടി നമ്മളൊരു കാര്യങ്ങൾ ചെയ്ത് ഈ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ് എന്നുള്ള ഒരു ഇത് തന്നെ ഉണ്ടാവില്ല. അങ്ങനെ 64 പിന്നത്തെ ഒരു ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ 64 1964 വെള്ളപ്പൊക്കം ഉണ്ടായി. വെള്ളപ്പൊക്കം ഉണ്ടായി കഴിയുമ്പോൾ ഈ ഭാഗം മുഴുവനും മുങ്ങിപ്പോയപ്പോൾ പാടത്തിൻ്റെ അങ്ങേ കരയ്ക്കാണ് നമ്മുടെ പണിക്കാരൊക്കെ കിടക്കുന്നത്. അപ്പോൾ വള്ളത്തിന് ഞാനും വല്യപ്പനും കൂടിയിട്ട്, വല്യപ്പൻ പോണായിരുന്നു, ഞാനും പോരണം എന്ന് പറഞ്ഞു. അങ്ങനെ പോയി പണിക്കാരെയൊക്കെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് ഇടുക. അന്ന് സർക്കാരിൻ്റെ വക വള്ളങ്ങളൊക്കെ വരിക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല.
1964 നമുക്ക് അത്രയൊക്കെ വളർന്നിട്ടുള്ളൂ. ഇന്നൊക്കെയാണ് ഈ ബോട്ടും സംവിധാനങ്ങളൊക്കെ വന്നത്. അപ്പോൾ അങ്ങനെ ആ വള്ളത്തിൽ അവരെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെയൊക്കെ താമസിപ്പിച്ച്, അന്ന് വീട്ടിലാണ് എല്ലാവരും താമസിക്കുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ മുറ്റത്തെല്ലാം പന്തലൊക്കെ ഇട്ട്, പിന്നെ ഇവിടെ ആ വെള്ളപ്പൊക്കമൊക്കെ കഴിയുന്നവരെ കഞ്ഞിവെപ്പും പരിപാടിയൊക്കെ ഇവിടെ തന്നെയാണ്. അപ്പോൾ അക്കരെ നിന്നുള്ള ധാരാളം മുസ്ലിം ഫാമിലിയിൽപ്പെട്ട ആളുകളും അവർക്കും ആശ്രയമായിട്ടുള്ള നമ്മുടെ വീടായിരുന്നു. അപ്പോൾ എല്ലാവരും കിടക്കണതൊക്കെ വളരെ സൗകര്യമായിട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലത്ത് പായ വിരിച്ചാൽ എല്ലാവരും ഒരുമിച്ച് കിടന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യം 1964 കണ്ടതുകൊണ്ടാണ് ഈ 2018 വെള്ളപ്പൊക്കം വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ ഇൻ്റർനെറ്റിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഡാമുകൾ തുറക്കണുണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ ദിവസത്തിൻ്റെ കാരണങ്ങൾ ഓർമ്മ വന്നു. അങ്ങനെ ഞാൻ നമ്മുടെ ശ്രീമൂലകരത്ത് പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് ചെന്ന്, രാജഗിരി പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു. കോഴിക്കരച്ചൻ വന്നിട്ട് 3 മാസം എൻ്റെ അടുത്ത്. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛോ വളരെ ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷത്തിലേക്കാണ് നമ്മൾ പോണേ, ഡാമുകളൊക്കെ തുറന്ന് വെള്ളപ്പൊക്കം വരാൻ പറഞ്ഞാണ്, കൺട്രോൾ ഇല്ലാണ്ടാണ് പോണേന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ LP സ്കൂളിൽ അതിനുള്ള റീഹാബിലിറ്റേഷനൊക്കെ അവർ തുടങ്ങേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യമില്ലാട്ടോന്ന് പറഞ്ഞു, നമ്മുടെ ഇടനാട് പള്ളി മുഴുവൻ മുങ്ങും, ആ ഭാഗത്ത് മുങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് 1964 അനുഭവത്തിൽ നിന്നാണ് വരണേ. അപ്പോൾ നമുക്ക് അനുഭവം ഉണ്ടായാലാണ് നമുക്ക് പ്രശ്നങ്ങളെ നേരിടാൻ പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥയുണ്ട്. അങ്ങനെ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇടനാട് പള്ളിയിലെ അവിടുത്തെ സ്കൂളിലെ വണ്ടികളെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ വെള്ളപ്പൊക്കത്തിൻ്റെ സംശയം അവർക്കുള്ളതുകൊണ്ട് വണ്ടിയൊക്കെ നേരത്തെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അച്ഛനോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, അച്ഛൻ അങ്ങനെയല്ല, വണ്ടി നമുക്ക് വീണ്ടും മേടിക്കാൻ പറ്റും. അവിടെ കുറേ ആത്മാക്കൾ കിടക്കേണ്ട, ഐറ്റങ്ങളെ കരകയറ്റാനുള്ള പരിപാടി എന്തെങ്കിലും നോക്ക്. ഞാൻ എന്തായാലും ഇളയമ്മയെ കൊണ്ടുവരാൻ വേണ്ടി അങ്ങോട്ട് പോവാണ്. ഇളയമ്മ ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും, ബാക്കി ആരും വന്നില്ലെങ്കിലും ഞാൻ നിർബന്ധിച്ച് കൊണ്ടുപോകുന്നു. അങ്ങനെ ഞാൻ അവിടെ വന്നിരുന്ന് ഇളയമ്മയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിവരം കിട്ടി, വാട്സാപ്പിൽ മെസ്സേജ് കിട്ടി, പള്ളിയിൽ റീഹാബിലിറ്റേഷൻ തുടങ്ങാൻ പോകണമെന്ന്. പള്ളിയിൽ മണിയടിച്ചു, റീഹാബിലിറ്റേഷൻ തുടങ്ങി. അച്ഛൻ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു. രാത്രി 10 മണി ആയപ്പോഴേക്കും 1300 പേരാണ് രാജഗിരി പള്ളിയിൽ അഭയാർത്ഥികളായിട്ട് എത്തിയത്. എന്നുവെച്ചാൽ 5 മണിക്കൂർ കൊണ്ട് അഭയാർത്ഥി പ്രവാഹം 1300 ആയി. അപ്പോൾ ഇത് ആ സമയത്ത് നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യാതൊരുവിധ മതസ്പർദ്ധയില്ല, വിദ്വേഷമില്ല, ആർക്കും ഒരുമിച്ച് കിടക്കാം. അന്ന് പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ കുർബാന നടക്കുമ്പോൾ മുസ്ലിം സഹോദരിമാരും ഹിന്ദുക്കളായിട്ടുള്ള ആളുകളെല്ലാം പള്ളിക്കകത്തിരിക്കുന്നുണ്ട്. അവർ കുട്ടികൾക്ക് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യലും അവിടെ കിടന്ന് ഉറങ്ങലും ഒക്കെ നടക്കുമ്പോൾ പള്ളിയിൽ കുർബാന നടക്കുന്നുണ്ട്. അപ്പോൾ പള്ളിയിൽ കുർബാന നടക്കാൻ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഇന്ന ഇത് പാടുള്ളൂ എന്നൊന്നുമില്ല. ഒരു എക്സ്റ്റേണൽ പ്രഷർ ഉണ്ടായ പ്രകൃതി ഒന്ന് കനിഞ്ഞാൽ മതി നമ്മളെ ഐക്യപ്പെടുത്താനായിട്ടെന്ന് അന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അന്ന് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അതുകൊണ്ട് മനസ്സിലാക്കി. ഞാനിവിടുന്ന് കൽക്കട്ടയ്ക്ക് വണ്ടി മേടിക്കാൻ പോവാണ്, അംബാസഡർ കാർ. അപ്പോൾ ഞാൻ ഗോൾഡ് സീൽ കമ്പനിയിൽ വർക്ക് ചെയ്യണ സമയത്ത് അവിടെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൽ സ്ഥിരമായിട്ട് പോകുമായിരുന്നു, അംബാസഡർ കാർ ഉണ്ടാക്കുന്ന കമ്പനിയിൽ, ഗോൾഡ് സീൽ കമ്പനിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർ എന്നെ കണക്കാക്കുന്നത് ജോസഫ് എന്നുള്ള പേരിലല്ല, അവരെന്നെ കണക്കാക്കുന്നത് ഗോൾഡ് സീലിൻ്റെ റീജിയണൽ മാർക്കറ്റിംഗ് മാനേജർ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന എല്ലാ സ്വീകരണങ്ങളും അതാണ്. അപ്പോൾ എനിക്ക് ശ്രീമൂല നഗരത്തിൻ്റെ ഗ്രാമപ്രദേശത്ത് നിന്ന് അവിടെ ചെന്ന് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 റെയിൽവേ സ്റ്റേഷനാണ് ആ കമ്പനിയുടെ പരിധിയിലുള്ളത്. അതിൻ്റെ സെക്കൻഡ് ഇൻചാർജ് ശർമാജീനെ നേരിട്ട് കണ്ട് അയാളുടെ ക്യാബിനിലേക്ക് ഇരിക്കുമ്പോൾ എനിക്ക് തന്നെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, എന്നെ ഇത്രയൊക്കെ ആളുകൾ ബഹുമാനിക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ അത് ആ പ്രോഡക്റ്റിനുള്ള ബഹുമാനം കൊണ്ടാണ്, അല്ലാണ്ട് ഞാനെന്ന ഭാവം ഒരു പ്രസക്തിയില്ല. ഞാൻ പറയുന്നത് നമ്മൾ ഏത് പൊസിഷനിൽ നമ്മൾ എത്തപ്പെടുന്നോ ആ പൊസിഷനിൽ നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ സൃഷ്ടിച്ച തമ്പുരാന് നമ്മളെ പറ്റിയൊരു പദ്ധതി ഉണ്ടാവും, അതുകൊണ്ട് എത്തിച്ചേരണം, അല്ലാണ്ട് നമ്മുടെ വലിയ കഴിവ് കൊണ്ടൊന്നുമല്ല. ശർമാജി എന്നോട് പറയുമായിരുന്നു, നീ വണ്ടി മേടിക്കണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് തരും വണ്ടി, ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് നേരിട്ട് നിനക്ക് വണ്ടി തരും. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ ഒരു സ്കൂട്ടർ മാത്രമേ ഉള്ളൂ, ഇനിയൊരു കാറൊക്കെ മേടിക്കണമെങ്കിൽ ഏത് കാലത്ത് മേടിക്കുന്ന രീതിയിലാണ്. അങ്ങനെയല്ല, യു ക്യാൻ ഡു ഇറ്റ്, യു വിൽ അച്ചീവ് ഇറ്റ് എന്നത്. അങ്ങനെയാണ് നമ്മളിവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പരിപാടി ഇട്ടപ്പോൾ ഞാനൊരു വണ്ടി മേടിക്കാനായിട്ട്, അംബാസഡർ വണ്ടി മേടിക്കാനായിട്ട് പ്ലാൻ ചെയ്തു. അതിക്ക് മുന്നൊക്കെ ഞാൻ അംബാസഡർ വണ്ടി സെയിൽസ് പർപ്പസിനൊക്കെ വേണ്ടി മേടിച്ചിട്ടുണ്ട്, പഴയ വണ്ടി വാങ്ങി വിൽക്കുന്നതായിട്ട്. അത് വേറൊരു കഥയാണ്. ഇത് വളരെ എന്താ പറയുക, ഒരു ഷെയറിങ്ങിന് പറ്റിയൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാനിത് പറയാം. അപ്പോൾ ഈ
വണ്ടി വാങ്ങി ശർമാജി വണ്ടി നമുക്ക് അവരുടെ ഡീലർ വഴി, അവർക്ക് ഡീലർ വഴിയേ വണ്ടി തരാൻ പാടുള്ളൂ. പക്ഷെ പുള്ളി ഒരു വണ്ടി VIP വണ്ടിയായിട്ട് തരും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടിയുടെ പുറത്ത് ഒരു അസംബിൾ ചെയ്യുന്ന സമയത്ത് VIP എന്ന് എഴുതി വെച്ചാൽ പിന്നെ അത് ഫിറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ആ ക്വാളിറ്റിയിലുള്ളതായിരിക്കും. അങ്ങനെ ആ വണ്ടി നമുക്ക് അവിടുത്തെ ഡീലർ വഴി ഡെലിവറി കിട്ടി. പുള്ളി വന്നു, ശർമാജിയും വന്നു, വണ്ടിയൊക്കെ എന്നിട്ട് താക്കോലൊക്കെ എൻ്റെ കയ്യിലേക്ക് എടുത്ത് തന്നു. ഞാനും എൻ്റെ വൈഫും മകളും കൂടി അങ്ങനെ ആ വണ്ടി അവിടെ നിന്ന് വാങ്ങി പോരാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇളയ അളിയനും ഉണ്ട് കൂടെ. അപ്പോൾ കാലത്ത് തന്നെ വൈഫ് പറഞ്ഞു നമുക്ക് വണ്ടി ഒന്ന് വെഞ്ചരിക്കേണ്ടതെന്ന് ചോദിച്ചു. ഒരു ക്രിസ്ത്യാനിയുടെ ഒരു കടമയാണല്ലോ ഒരു വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ വിശ്വാസ പ്രമാണം അനുസരിച്ച് വെഞ്ചരിക്കാന്നുള്ളത് എന്ന് പറഞ്ഞ് ഡെക്കാൻ ഹെറാൾഡ് പത്രം എടുത്തിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ മദർ തെരേസയുടെ ഫുൾ സ്കോപ്പ് ഫോട്ടോ ആണ്. ഓഗസ്റ്റ് മാസത്തിൽ മദർ ജനിച്ച ദിവസം 84ാം ബർത്ത്ഡേയുടെ അന്ന് ഞാനവിടെ നിൽക്കുന്നതെന്ന് അപ്പം എനിക്ക് മനസ്സിലായത്. പല പ്രാവശ്യം മദറിൻ്റെ ആശ്രമത്തിൽ ഞാൻ പോകണമെന്ന് എഴുതിയിട്ട് അല്ലെങ്കിൽ മദറിനെ കാണുന്നതിന് നടക്കാതിരിക്കുന്ന വലിയ സംഗതികളൊക്കെ ഉണ്ട്. അതൊരു വേറൊരു കഥയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ മദർ നടന്ന വഴി കൂടെ നമ്മുടെ വണ്ടി ഒന്ന് കടന്നു പോകുന്ന ആ മദറിൻ്റെ ചെരുപ്പിൻ്റെ പൊടിയൊക്കെ ഒന്ന് ആ ടയറുമൊക്കെ തട്ടിക്കഴിഞ്ഞാൽ തന്നെ എല്ലാ ചെറുത്താനും പോയിക്കോളുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മദറിൻ്റെ ആശ്രമത്തിലേക്ക് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ 84ാം ബർത്ത്ഡേക്ക് അമ്മയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, അമ്മയെ ഓണർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ റെപ്രസെൻറ്റേറ്റീവ്, ഗവർണർ റെപ്രസെൻറ്റേറ്റീവ്, മുഖ്യമന്ത്രി ജ്യോതിബാസുവിൻ്റെ ആൾ അങ്ങനെ പറഞ്ഞ് അവിടെ വന്നിട്ടുള്ള വലിയ വലിയ ബിസിനസ് ടൈക്കൂൺസ് വരെ ഒരു 1000കണക്കിന് ആളുകൾ ക്യൂവിലാണ് നല്ല വെയിലത്തൊക്കെ. അവരെല്ലാം കൊണ്ടുവന്നിരിക്കുന്ന ഫ്ലവറും ബൊക്കയും മാലയും ഒക്കെ കാണുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ വില മതിക്കുന്ന സാധനങ്ങൾ അവർ കൊണ്ടുവന്നതാണ്. എന്നാൽ ഇതൊന്നും സാധാരണ മനുഷ്യന് ഭക്ഷണയോഗ്യമല്ല, അല്ലെങ്കിൽ മദർ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിനും ഉപകാരപ്പെടുന്നതുമല്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങളാണ്. ഞാനൊരു മനുഷ്യനാണല്ലോ, സാധാരണ മനുഷ്യനല്ലേ. ഉടനെ തന്നെ ഞാൻ മറ്റുള്ളവരുടെ കുറ്റങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങി. ഇവർ ഈ അമ്മയെ കാണാൻ വേണ്ടി ഇങ്ങനെ വന്നേക്കും, ഇത്രയും പൂവൊക്കെ മേടിച്ചതിനും പകരം 10 കിലോ അരി വീതം മേടിച്ചുകൊണ്ട് ഫിഷർമെൻ കോളനിയിൽ കൊടുക്കാൻ വേണ്ടി അമ്മയ്ക്ക് കൊടുത്തായിരുന്നെങ്കിൽ അത്രയും പേര് ഭക്ഷിക്കില്ലായിരുന്നു. ഈ പണം മുഴുവൻ വേസ്റ്റല്ലേ. ഇത്രയും പ്രായമായ അമ്മയെ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും അതിൻ്റെ അവസ്ഥ എന്താവും, അമ്മയുടെ അവസ്ഥ എന്താവും. പിന്നെ അമ്മയുടെ ഈ സമയം എന്ന് പറയുന്ന വിലപ്പെട്ട സമയമല്ലേ, ആ സമയം പാവപ്പെട്ടവർക്ക് വേണ്ടി മാറ്റി ദൈവം വെച്ചാണ് സമയം ഇവരെല്ലാം കൂടി അപഹരിക്കല്ലേ. ഇവരെല്ലാവരും ഈ വെയിൽ കൊണ്ടൊക്കെ ഇവിടെ ഇങ്ങനെ നിന്ന് ഈ ക്യൂവിൽ നിന്ന് കഷ്ടപ്പെടുന്നവരുണ്ട്. ഇവർക്ക് ആ സമയവും ആ ഊർജ്ജവും എല്ലാം കൂടി കൊണ്ട് ഈ ഫിഷർമെൻ കോളനിയിൽ അവിടേക്ക് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലും പണി ചെയ്യാൻ പാടില്ലേ. അമ്മ പബ്ലിക് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യണം പോകാനൊക്കെ പോകാറുണ്ട്. ഇവർക്കൊരു 10 ടോയ്ലറ്റ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഭാരം കുറയില്ലേ. അമ്മ കാണിച്ചു തന്ന പാതയിൽ കൂടെ അല്ലല്ലോ ഇവർ പോണേ. അമ്മയെ ബഹുമാനിക്കണമെങ്കിൽ അമ്മ ചെയ്തതുപോലെ ബഹുമാനിക്കണ്ടേ. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മാതിരി ആയിരിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരുടെ കുറ്റങ്ങൾ മുഴുവൻ കണ്ടെത്തി. അപ്പോഴാണ് അങ്കമാലി പള്ളിയിലെ കാര്യം എൻ്റെ ഓർമ്മയിൽ തന്നെ. നീ ആദ്യം ഈശോനെ കാണാൻ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം വികാരിയെ കാണാൻ പോകണമെങ്കിൽ ആദ്യം ഈശോയെ കാണുക, എന്നിട്ട് പിന്നെ വികാരി എന്നുള്ളത്. പെട്ടെന്ന് കണ്ണടിച്ചെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ലോ ഞാൻ ജനിച്ചത്. എന്നെ ഈ നാൽക്കവലയിൽ കൊണ്ടു നിർത്തിയിട്ട് ഈ മറ്റുള്ളവരെ വിധിക്കാൻ നിർത്തിയാണ് എന്തിനാ തമ്പുരാനെ, എന്തെങ്കിലും വഴി കാണിച്ചു തരട്ടെ എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. കണ്ണ് തുറന്നു നോക്കിയപ്പോൾ 2 സ്ത്രീകൾ, 2 കന്യാസ്ത്രീകൾ അവിടെ നിന്ന് വരികയാണ്. അവരോട് സിസ്റ്റേഴ്സ് പള്ളി അവിടെ ഒന്ന് പ്രാർത്ഥിക്കാനാന്ന് ചോദിച്ചു. അവരൊന്ന് ഫസ്റ്റ് ഫ്ലോറിലാന്ന് പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഞാനും എൻ്റെ വൈഫും മകളും കൂടിയിട്ട് ചെറിയ അളിയനും കൂടിയിട്ട് നടന്ന് ഫസ്റ്റ് ഫ്ലോറിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലെ ബാൽക്കണിയിലൂടെ നടന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു സിസ്റ്റർ, വളരെ പൊക്കം കുറഞ്ഞ സിസ്റ്റർ അവിടെ നടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മകൾ വളരെ കുട്ടിയായിരുന്നുകൊണ്ട് അവൾ ഓടിച്ചെന്ന് അങ്ങ് കെട്ടിപ്പിടിച്ചു അമ്മയെന്ന് പറഞ്ഞിട്ട്. അവളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കാണാൻ പോകുന്നത് മദർ തെരേസയാണ്, TV വിയിലൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇന്ന ആളെയാണ് കാണാൻ പോണേ, കാണുമ്പോൾ സ്തുതി പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് സ്തുതിയൊക്കെ കൊടുത്തോട്ടി അമ്മ എക്സൈറ്റഡ് ആയി. അവിടെ ഒരു ബെഞ്ച് കിടപ്പുണ്ടായിരുന്നു, അതിനകത്തിരുന്നു. ഞാൻ ഈ ഭൂമിയിലൊന്നും അല്ല അപ്പോൾ, കാരണം എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്താ കാണണേ. കാരണം അവിടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ റെപ്രസെൻറ്റേറ്റീവ് കാണാൻ വേണ്ടി നിൽക്കുന്ന നേരത്താണ് അവരേക്കാൾ മുൻപ് നമ്മൾക്ക് ദർശനം തരണത്. അപ്പോൾ ഞാൻ ഈശോയെ കാണാൻ വേണ്ടി പോയി അവിടെ ചെന്ന് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ അമ്മ തന്നെ പള്ളിയിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഇറങ്ങി വരുമ്പോൾ 84ാം ബർത്ത്ഡേക്ക് ആദ്യമായിട്ട് അമ്മയെ ഞാൻ കാണുക. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഐ എം നോട്ട് എൻ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ, അങ്ങനെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആളൊന്നും അല്ലല്ലോ നമ്മൾ, സാധാരണ മനുഷ്യൻ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തമ്പുരാനോട് വളരെ നന്ദിയോടെ പ്രാർത്ഥിച്ചു. അപ്പോൾ അമ്മ എഴുതി തന്നൊരു കടലാസിൽ ഗോഡ് ബ്ലെസ് യു എന്നാണ്.
അങ്ങനെ ഗോഡ് ബ്ലസ് യു എന്നൊക്കെ എഴുതി കിട്ടിയപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയെപ്പോലെ ഇത്ര വലിയ ത്യാഗം സഹിച്ച് ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മഹതിയായിട്ടുള്ള ഒരാൾ, അവരെ നേരിട്ട് കാണുക, അവരുടെ കയ്യിൽ ഇപ്പോൾ കൈപ്പടയിൽ ഗോഡ് ബ്ലസ് യു എന്ന് എഴുതി തന്നാൽ പിന്നെ എനിക്ക് സ്വർഗത്തിലേക്കുള്ള വാതിൽ അപ്പം തന്നെ തുറക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അത് വെച്ച് കയ്യിലൊക്കെ വെച്ചിട്ട് നമ്മൾ കുറേ നാൾ നടന്നു. അങ്ങനെ ഞാൻ ഈ അമ്മയുടെ ആശ്രമങ്ങളിൽ എല്ലായിടത്തും പോകും. ഇപ്പോൾ നിർമ്മല ഭവൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ആശ്രമമുണ്ട് SRM റോഡിൽ. അവിടെ ഈ അനാഥരായിട്ടുള്ള കുഞ്ഞുങ്ങൾ, അത് ഡെലിവറി കഴിഞ്ഞ് ഉടനെ തന്നെ കണ്ണില്ല കാലില്ല കഴിഞ്ഞില്ല എന്നൊക്കെ അംഗവൈകല്യം വന്ന് അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇല്ലിസിറ്റ് പ്രഗ്നൻസി ഒക്കെ ആണെങ്കിൽ മക്കളെ ആ കുഞ്ഞിനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് തട്ടിക്കളഞ്ഞാലൊക്കെ പറഞ്ഞ് കാരണവന്മാരോ അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ പറയുമ്പോൾ ഡോക്ടേഴ്സിൻ്റെ മനസ്സ് വരില്ല ഇതിന്. അവർ SRM റോഡിലേക്ക് വിളിക്കും. അവർ പറയും കളഞ്ഞിട്ടുണ്ടെന്ന് പറയും, കൊച്ചിനെ അവസാനിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുമായിരിക്കും, പക്ഷെ അവർ കൊടുക്കുന്ന SRM റോഡിലേക്കാണ്. അങ്ങനെ അവിടെ 10, 20, 30 പിള്ളേരൊക്കെ ഒരേ സമയത്തുണ്ടാവും. ഞാൻ അവിടെ ഇടയ്ക്ക് പോയിട്ട് ഈ കുഞ്ഞുങ്ങളെ കാണും. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാം അവിടെ ഓടിക്കളിച്ച് നടക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടാവും. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പലപ്പോഴും അവരുടെ അടുത്ത് അവിടെ ചെന്നിട്ട് ആ കുട്ടികളെ കണ്ടിരിക്കുമ്പോൾ നമ്മൾ മാവിൻ്റെ ചുവട്ടിൽ അവിടെ തറ കെട്ടിയിട്ടുണ്ട്, അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ 1 മണിക്കൂറൊക്കെ ചിലപ്പോൾ അവിടെ ഇരിക്കും. ഇരുന്നാൽ കാണുന്നൊരു പ്രത്യേകത എന്നറിയോ, ഈ കുഞ്ഞുങ്ങളൊന്നും തല്ലിടില്ല. നമ്മുടെ വീട്ടിൽ ഒരു കുട്ടിയുണ്ട് അല്ലെങ്കിൽ 2 പിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ 2 കൂടി എപ്പോഴും തല്ലുകൂട്ടായിരിക്കും. ഈ കുട്ടികളിൽ ഒന്നുപോലും തല്ലുകൂട്ടില്ല. തന്നെയുമല്ല, ഒരു കുട്ടി കരഞ്ഞാൽ എല്ലാവരുടെയും കളിക്കോപ്പുകൾ കൊണ്ടേ ആ കൊച്ചിനെ ചോദിക്കും. എന്നിട്ട് അതിനാവശ്യമുള്ളത് എടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ളവർ എടുത്തുകൊണ്ട് പോകുന്നത്. ഇത് അപ്പോൾ ഞാൻ സിസ്റ്റേഴ്സിനോട് ചോദിച്ചു, നിങ്ങളിത് ട്രെയിൻ ചെയ്താണോ എന്ന് ചോദിച്ചു. അങ്ങനെയൊന്നുമല്ല, അവരങ്ങനെയാണ് അത്രയും. അവർ ഷെയറിങ് കെയറിങ് അവരുടെ ഇൻബിൽറ്റാണ്. കാരണം സിസ്റ്റേഴ്സ് അങ്ങനെ ചെയ്യും. നമ്മുടെ വീടുകളിൽ അങ്ങനെയല്ല. നമ്മുടെ വീടുകളിൽ അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ വരുന്നത്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് ഒരു ബ്ലാങ്ക് കാസറ്റാണ്. അപ്പോൾ ഞാൻ ഒരിക്കൽ ചോദിച്ചു, ഈ കുട്ടികൾ, ഒരു കുട്ടി കരഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അമ്മയ്ക്ക് ഉറക്കം വരില്ല. ഇവിടെ 10, 18 കുട്ടികളുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുട്ടി കൊണ്ട് കരഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും എണീക്കും. അപ്പോൾ ഈ കുട്ടികളെ എല്ലാത്തിനും കൂടി ആരാ നോക്കുക? അതെല്ലാം ദൈവകൃപയാൽ നടക്കുന്നവരാണ്. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അമ്മമാർ മുലപ്പാൽ കൊടുക്കാൻ വേണ്ടി അവിടെ വരികയാണ്. അതിലൊരു ചേച്ചിയോടെയും ചോദിച്ചു, എന്താ നിങ്ങൾക്ക് ഇതിനുള്ള പ്രചോദനം എന്ന് വെച്ചു. ഞാൻ എൻ്റെ ബ്രസ്റ്റിലുള്ള മിൽക്ക് ഇവിടെയുള്ള കുഞ്ഞിന് കൊടുത്താൽ എൻ്റെ കുഞ്ഞിന് പിന്നെ അസുഖമൊന്നും ഉണ്ടാവില്ല. കാരണം ഞാനൊരു ഗിവർ ആയതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് അതിനെ നോക്കാൻ തമ്പുരാൻ നോക്കിക്കോളും. അപ്പം അങ്ങനെയാണ് വിശ്വാസം അവിടെ. അതുകൊണ്ട് ആ കുട്ടികളുടെ ബ്രസ്റ്റ് ഫീഡിങ്ങിന് അവർക്ക് ഈ ബ്രസ്റ്റ് ഫീഡിങ് കിട്ടാതെ ആ കുട്ടികൾ നിറയിക്കുന്ന സാഹചര്യം ഒന്നും ഉണ്ടാവില്ല. അപ്പം ഇതെല്ലാം കണ്ടിങ്ങനെ അവരോട് എപ്പോഴൊക്കെ സംസാരിക്കുമ്പോൾ ഒരു ദിവസം സിസ്റ്റർ ജോസഫ് എന്ന് പറഞ്ഞ സിസ്റ്റർ ഞാൻ പരിചയപ്പെട്ടായിരുന്നു അവിടെ വെച്ച്. ആ സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ മദറിൻ്റെ കൂടെ 10 വർഷം ഉണ്ടായിരുന്നു. മദർ ഇങ്ങനെ പബ്ലിക് ടോയ്ലറ്റ്സ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ പോകും. അങ്ങനെ പോകുമ്പോൾ ഏറ്റവും മോശമായിട്ടുള്ള ടോയ്ലറ്റൊക്കെ മദർ ക്ലീൻ ചെയ്യുള്ളൂ, ഞങ്ങൾക്ക് ഏറ്റവും കുറച്ചുകൂടി വൃത്തിയായിട്ടുള്ളതൊക്കെ തരുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചോദിക്കുകയാണ്, ഞങ്ങളത് ക്ലീൻ ചെയ്തോളാം, മദർ എന്തിനാ അത്രയും കഷ്ടപ്പെടുന്നത് ചോദിക്കുന്നത്. അത് ഞാനില്ലാണ്ടാവുമ്പോൾ നിങ്ങൾക്ക് കിട്ടുമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാമല്ലോ, ഞാനുള്ളപ്പോൾ അതെനിക്കുള്ളതാണ് എന്ന് പറഞ്ഞ് മദർ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ തമാശയ്ക്ക് സിസ്റ്ററിനോട് പറഞ്ഞു, എന്താ കാര്യം 10 കൊല്ലം കൂടെ നടന്നിട്ട്? 10 കൊല്ലം കൂടെ നടന്നിട്ട് എന്താ കാര്യം? ആധാരം എൻ്റെ കയ്യിലില്ല, ഗോഡ് ബ്ലസ് യു എന്ന് എനിക്കല്ലേ എഴുതുന്നുള്ളൂ, സിസ്റ്റർ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. സിസ്റ്ററിനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ സിസ്റ്റർ മേടിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞത് പണി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവിടുത്തെ ഇൻറ്റു മാർക്ക് ചെയ്തിട്ട് ലോകത്ത് പട്ടിണിയും പരിവട്ടമായിട്ട് 44% പേര് ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട്, കഷ്ടത അനുഭവിക്കുന്നുണ്ട്. അവരെ സഹായിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാണ്. അവർക്കൊരു നേരത്തെ ഭക്ഷണം നിൻ്റെ കൈ കൊണ്ട് കൊടുക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് പറഞ്ഞാണ്. അല്ലാതെ നിങ്ങൾ വലിയ ലക്ഷപ്രഭു ആവാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞാണ്. അതുകൊണ്ട് പണി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഉറക്കമില്ലാണ്ടായി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ധരിച്ചത് നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയണേ. എന്തിനു വേണ്ടി ദൈവം അനുഗ്രഹിക്കുന്നു? മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ പിൽക്കാലത്ത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ പ്രസ്ഥാനവുമായിട്ട് ഇടപഴകാനും ഉറവിട മാലിന്യ സംസ്കരണം എന്നുള്ള ആശയം പ്രാവർത്തികമാക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനൊക്കെ ഇടവന്നു. അപ്പം അങ്ങനെ പ്രവർത്തിച്ച് ഇപ്പോൾ നമ്മളുടെ ഈ ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതിയിൽ ഏതാണ്ട് 3000-ഓളം പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ചിന്തിച്ചത് ഉറവിട മാലിന്യ സംസ്കരണവും അതുവഴി കുറച്ച് പേർക്ക് തൊഴിൽ കിട്ടുമെന്നുള്ളതാണ്.
ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് നമ്മൾ രംഗത്ത് വന്നു. ബിൽഡേഴ്സിൻ്റെ സംഘടന നമുക്ക് 2 കോടി ഉറുപ്പിക തന്ന് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറായി. ഞാൻ ആ പ്രസ്ഥാനം അങ്ങ് ഏറ്റെടുത്തു. അന്ന് ഈ പണി ചെയ്യാൻ ആൾ വേണ്ടേ? അതിനുവേണ്ടി ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ 3000 പേരോളം വന്നു. 3000 ആളുകൾ വന്നതിൽ 385ഓളം പേര് ഗ്രാജുവേറ്റ്സ് ആയിരുന്നു. വേസ്റ്റ് എടുക്കാൻ പോകാനായിട്ട്, സംസ്കരിക്കാനായിട്ട് തയ്യാറായിട്ടെന്ന് 385ഓളം പെൺകുട്ടികൾ ഗ്രാജുവേറ്റ്സ് ആയിരുന്നു. അപ്പോൾ അവരെ നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതിൽ 1-2 പേര് വന്നിട്ട്, പഠിച്ചതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്, അതെ പഠിച്ചു എന്ന് ഞങ്ങളുടെ ആപ്ലിക്കേഷനിൽ രേഖപ്പെടുത്തിയതാണോ തെറ്റ്, ഏതാണ് സാറേ എന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടോ അല്ലെന്നിന് ജീവിക്കാനുള്ള ഉപാധികളോ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ പണിക്ക് വന്നത്. അതുകൊണ്ട് പഠിച്ചെന്നുള്ള കാരണം കൊണ്ട് ഞങ്ങളെ തഴയരുതിട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ ശരിയായിട്ടുള്ള സംഘർഷത്തിലേക്ക് എത്തിയത്. ഇവിടുത്തെ നമ്മുടെ വ്യവസ്ഥിതിയിൽ നമ്മളിൽ സാമ്പത്തിക ശേഷിയുള്ളവരോ ബുദ്ധിമുട്ട് അനുഭവിക്കാത്തവരോ ആയിട്ടുള്ള ആളുകൾ, നമുക്കറിയില്ല മറ്റുള്ളവരുടെ വേദന എന്തെന്നുള്ളത്. ഈ ഒരു സാഹചര്യം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുക. അവിടെയാണ് പലപ്പോഴും നമ്മൾ ഈ ഷെയറിങ് ആൻഡ് കെയറിങ്ങിൻ്റെ വില അറിയുന്നത്. കാരണം ഒരാൾ എന്നോട് ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, സർ കാറിൽ ഞാൻ പോവാണ്, കൈ കാണിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, സർ ദൈവം അനുഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു, എന്താണ് ഈ ചങ്ങാതി ഇത്ര പെട്ടെന്ന് വന്ന് അനുഗ്രഹിക്കാൻ, ഇന്നലെ വരെ ഇല്ലാത്തൊരു അനുഗ്രഹം ഇപ്പോൾ പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ അല്ല സർ, ഈ കമ്പനി ഇവിടെ തുടങ്ങിയത്, വേസ്റ്റ് മാനേജ്മെൻറ്റ് പരിപാടികൾ തുടങ്ങിയത് ഏതാണ്ട് 6 വർഷം മുന്നാണ്. അന്ന് എൻ്റെ മകൻ എൻജിനീയറിങ്ങിന് പഠിക്കുകയാണ്. അവന് 4500 രൂപ എങ്ങനെ ഹോസ്റ്റൽ ഫീ കൊടുക്കുമെന്ന് ഞാനിങ്ങനെ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ട് വരുമ്പോൾ ഇവിടെ ഒരു ബോർഡ് കണ്ട് ആളെ ആവശ്യമുണ്ടെന്ന്. അങ്ങനെ വന്ന് ജോലിക്ക് കയറി. എല്ലാ മാസം 5-ാം തീയതി എനിക്ക് ശമ്പളം കിട്ടി. എൻ്റെ മകനിപ്പോൾ കുവൈറ്റിൽ എണ്ണ കമ്പനിയിലേക്ക് ജോലിക്ക് നാളെ പോകണം. അത് പോണേക്ക് പിന്നെ ആദ്യമായിട്ട് വന്ന് പറയേണ്ടത് സാറിൻ്റെ അടുത്ത് വന്നതുകൊണ്ട് ഞാൻ വണ്ടി വരുന്ന നേരത്ത് കാത്തു നിന്നിട്ട് വന്ന് പറയുകയാണ്. വളരെ നന്ദിയുണ്ടെന്ന്. നിങ്ങൾ ജോലി ചെയ്തിട്ടല്ലേ നിങ്ങൾ ശമ്പളം കിട്ടിയത്, എന്നാലും ജോലി തരാൻ ഒരാൾ വേണമല്ലോ, കൃത്യമായിട്ട് ശമ്പളം തരാൻ ഒരാൾ വേണമല്ലോ. അപ്പോൾ ആ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ സാറിനോട് നന്ദി പറഞ്ഞു. ഞാൻ പറഞ്ഞത് മുകളിലിരിക്കുന്നതിനോട് പറയണ്ടേ, അങ്ങേര് എനിക്ക് അതിനുള്ള അവസരം തരണ്ടേ. അപ്പോൾ അതുകൊണ്ട് മുകളിലിരിക്കുന്ന തമ്പുരാനോട് തന്നെ പറഞ്ഞാൽ മതി, ഞാനതിനൊരു നിമിത്തമായെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഷെയറിങ് ആൻഡ് കെയറിങ്ങിന് അത്രയും, അത് കഴിഞ്ഞപ്പോഴാണ് പിന്നീട് മനസ്സിലാകണം ഈ 3000ഓളം പേര് നമ്മുടെ കൂടെ ജോലി, നമ്മൾ ഈ ട്രെയിനിങ് ചെയ്ത് വിട്ട ആളുകൾ പലരും ജോലി ചെയ്യുന്നതിൽ നല്ലൊരു വിഭാഗം ആളുകളുടെയും മക്കൾ MCAക്കാരായി. 2007 തുടങ്ങിയ പ്രസ്ഥാനം 2024 ആകുമ്പോഴേക്കും പലരുടെ മക്കൾ MCA ആയി, ഡോക്ടറായി, എൻജിനീയറായി, ആ ലെവലിലേക്കൊക്കെ എത്തി. അപ്പോൾ അമ്മമാർക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ആ ലെവലിലേക്ക് ആകും. അപ്പോൾ നമ്മൾ ഷെയറിങ് ആൻഡ് കെയറിങ്ങിന് തയ്യാറായാൽ, നമുക്ക് കിട്ടുന്ന ഒരു ആശയം നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറായാൽ, അത് നമുക്കും അവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ചെയ്താൽ എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്നുള്ളത് നമ്മൾ അറിയാതെ തന്നെ കുറേ മക്കളുടെ ജീവിതമൊക്കെ നല്ല ലെവലിലാവും. മറ്റൊന്ന് ഞാൻ കണ്ടത്, എൻ്റെ അമ്മ എന്നോട് ചെറുപ്പത്തിൽ 6-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ ഇളയമ്മ ഒരു 2 കാല് സുഖമില്ലാത്ത ടീച്ചറുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റി സ്കൂളിൽ ടീച്ചറാണ്, 2 കാലും പോളിയോ വന്ന് മുടന്നതാണ്. ആൻറ്റിക്ക് ഇവിടുന്ന്, ഞാൻ താമസിക്കുന്ന ഈ സ്ഥലത്തുനിന്ന് കാഞ്ഞൂർ സ്കൂളിലേക്ക്, സെൻറ്റ് മേരീസ് സ്കൂളിലേക്ക് 3 കിലോമീറ്ററോളം ഉണ്ട്. 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്നോട് എൻ്റെ അമ്മ പറയും, നീ ആൻറ്റിക്ക് ചോറ് കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ ഞാൻ അഗൂർ ഹൈസ്കൂളിൽ നിന്ന് ഇവിടേക്ക് ഓടും. ഇത് ഏണ്ടൊരു 900 മീറ്ററോളം ഉണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട്. അത്രയും ഓടി ഇവിടെ വന്നിട്ട് തിരിച്ചങ്ങോട്ട് പോകുന്നത് കയറ്റം കയറി ഓടണം. അങ്ങോട്ട് ഓടും ചോറും പാത്രം കയ്യിൽ വെച്ചിട്ട്. ഉച്ചയ്ക്ക് ഒരു 1 ഹവറാണല്ലോ ലിഷർ. അവിടെ ചെന്ന് ഒരു ഗോപാലൻ നായർ എന്ന് പറഞ്ഞാൽ ഗോപാലേട്ടൻ്റെ കടയിൽ നിന്ന് ഈ സൈക്കിൾ വാടകയ്ക്ക് എടുത്ത് ആൻറ്റിയുടെ 3 കിലോമീറ്ററുള്ള സ്കൂളിലേക്ക് ചോറും പാത്രമായിട്ട് പോയി തിരിച്ച് അവിടെ നിന്ന് ചോറും പാത്രം കൊണ്ടുവന്ന് ഗോപാലേട്ടൻ്റെ കടയിൽ വെച്ചിട്ട് സ്കൂളിൽ കയറണം. ഇതാണ് എൻ്റെ ഉച്ച നേരത്തുള്ള ഡ്യൂട്ടി. ഇപ്പോൾ ഗോപാലേട്ടൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 25 പൈസയ്ക്ക് പകരം 15 പൈസയെ മേടിക്കുള്ളൂ. ദിവസവും സൈക്കിൾ എടുക്കുന്ന ആളാകുമ്പോൾ ഒരു ഡിസ്കൗണ്ട്. അപ്പോൾ ഞാൻ ആ ഡിസ്കൗണ്ടിന് 10 പൈസയ്ക്ക് നാരങ്ങ മിഠായി, ചന്ദ്രക്കലയിലുള്ള നാരങ്ങ മിഠായി മേടിക്കുന്നു. ഈ നാരങ്ങ മിഠായും കയ്യിൽ വെച്ചിട്ട് അവിടെ സ്കൂളിൽ ചെല്ലുമ്പോൾ ആൻറ്റിയുടെ ചോറുണ്ണണത് സ്കൂളിൽ ടീച്ചറുടെ ടേബിളിൽ തന്നെ ഇരുന്നിട്ടാണ്. കാരണം നടന്നു പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ വെള്ളം എടുത്തുനിന്ന് വെച്ച് കൊടുക്കും, കൈ അവിടെ തന്നെ ഇരുന്ന് കഴുകും, അങ്ങനെയൊക്കെയായിരുന്നു. ഈ കുട്ടികൾ കിടന്ന് ഓടി ബഹളം ഉണ്ടാക്കി ആൻറ്റിക്ക് ഊണ് കഴിക്കാൻ അസ്വസ്ഥത ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ ഈ ചോക്ലേറ്റ് എറിഞ്ഞിട്ട് കൊടുക്കും കുട്ടികൾ.
അപ്പോൾ ഹൈജീനൊന്നും നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും ആ പ്രായത്തിലൊന്നും ചിന്തിച്ചിട്ടില്ല. താഴെ ചോക്ലേറ്റ് വീഴും, പിള്ളേരെടുത്ത് കഴിക്കും. അപ്പോൾ 4-5 കയ്യിൽ വെക്കുമായിരുന്നു. കാരണം കുറേ പിള്ളേർക്ക് കിട്ടൂല, അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. എന്ന് കരയണ കുട്ടിയുടെ വായിലേക്ക് ഒരു ചോക്ലേറ്റ് അങ്ങ് വെച്ച് കഴിയുമ്പോൾ ആ കുട്ടിയുടെ കരച്ചിലങ്ങ് നിൽക്കും. അങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞ് ഞാനിവിടെ നാട്ടിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വരുമ്പോൾ എൻ്റെ ഒരു ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളില്ലാണ്ട് നാട്ടിലെ കാര്യങ്ങളൊന്നും നടക്കില്ല. ജനകീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിലും നമ്മൾ ഇടപെടണം. എല്ലായിടത്തും കല്യാണം ഉണ്ടായാലും മരണം ഉണ്ടായാലും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇടപെടണം. അപ്പോൾ മദർ ഒരിക്കൽ എന്നോട് പറഞ്ഞു, അമ്മച്ചി ഒരിക്കൽ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നാട് വിട്ട് പോകാമെന്ന് ചോദിച്ചു. നീ ഇല്ലെങ്കിൽ ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് അറിയാമോ? അങ്ങനെ ഞാനിവിടുന്ന് ഇപ്പോൾ ഇറാഖിലേക്ക് പോകാനായിട്ട് പോവാണ്.